സനാതനധർമ്മത്തിൻ്റെ ഒരു ആവിഷ്കാരം എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ സനാതനധർമ്മം സംരക്ഷിക്കപ്പെടുന്നതിൻ്റെയും ആ ധർമ്മം നിലനിൽക്കുന്നതിൻ്റെയും ഒരു ആവിഷ്കാരമാണ്. പിന്നെ പറയണ്ടല്ലോ, നല്ലതല്ലേ. പടത്തം ഒരു രക്ഷയില്ല. അത് അടിപൊളി എന്ന് പറഞ്ഞാൽ മേക്കിങ്ങും പുള്ളിയുടെ പെർഫോമൻസും എല്ലാം പീക്ക് ലെവൽ. നല്ലതായിരുന്നു, നല്ല സിനിമയായിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല ആരുടെ? ജയറാമിൻ്റെ ആണോ? ജയറാം സൂപ്പറായിരുന്നു. നായകൻ പിന്നെ പറയണ്ടല്ലോ, നല്ലതല്ലേ. വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ വിശ്വാസികളായിട്ടുള്ളവരെ വളരെ ആകർഷിക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ എന്താ പറയുക, സനാതനധർമ്മത്തിൻ്റെ ഒരു ആവിഷ്കാരം എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ സനാതനധർമ്മം സംരക്ഷിക്കപ്പെടുന്നതിൻ്റെയും ആ ധർമ്മം നിലനിൽക്കുന്നതിൻ്റെയും ഒരു ആവിഷ്കാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഓഡിയോഗ്രാഫി, അതുപോലെ അദ്ദേഹത്തിൻ്റെ അഭിനയവും എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. വളരെ തനതായ നല്ല അഭിനയമാണ്. ഭംഗിയായി നന്നായിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ വന്ന് കാണുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ജയറാമും നന്നായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാവുന്നതല്ലേ. അദ്ദേഹം നമ്മുടെ കേരളീയനായിട്ടുള്ള അദ്ദേഹം നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ജയറാം വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു തരത്തിൽ ജയറാം അഭിനയിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. പടം അടിപൊളിയായിട്ടുണ്ട്. കേട്ടില്ലേ? അടിച്ച് പൊളിച്ച് ഇപ്പം ക്ലൈമാക്സ് ആയാലും എല്ലാം സൂപ്പറായിട്ടുണ്ട്. ഫീമെയിൽ ഓറിയൻ്റായിട്ട് കുറച്ചുകൂടെ കൂടുതൽ സീൻസുണ്ട്. അടിപൊളി സൂപ്പർ. പടത്തം ഒരു രക്ഷയില്ല. അത് അടിപൊളി എന്ന് പറഞ്ഞാൽ മേക്കിങ്ങും പുള്ളിയുടെ പെർഫോമൻസും എല്ലാം പീക്ക് ലെവൽ. ഒരു ഫാസ്റ്റസ്റ്റ് 1000 CR നമുക്ക് പ്രതീക്ഷിക്കാം. എത്രയും പെട്ടെന്ന് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഒരു 1000 CR ഋഷഭ് ഷെട്ടി കൊണ്ടുപോയി. ഈ 2025 മൊത്തം പുള്ളി തൂക്കി. ഞാൻ അവസാനം 30 മിനിറ്റ് നമ്മളെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകണം പടം. നമ്മളതിൽ ആകെ തരിച്ചവിടെ ഇരുന്നു പോകും. ഈ പുള്ളിയുടെ പെർഫോമൻസിൻ്റെ മുമ്പിലാണ്. വേറെ ലെവൽ പെർഫോമൻസ്. ഈ പുള്ളിക്ക് നമ്മൾ ഈ ദേശീയ അവാർഡൊക്കെ കൊടുത്ത് പലരും പറഞ്ഞു. പക്ഷേ ആ പുള്ളിയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടാണ്ടല്ലോ, ഇതൊന്നും വന്ന് കാണും. പെർഫോമൻസ് കണ്ട വേറെ ലെവലാണ്. ഒരു രക്ഷയും. ജയറാമിന് ഒരു പ്രധാന വേഷമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല റോളാണ്. പക്ഷേ ജയറാമായാലും നായികയായാലും എല്ലാവരും നല്ല ക്യാരക്ടറാണ്. എല്ലാവരും നല്ല റോളുമാണ്, നല്ല വേഷമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസിന് മുമ്പിൽ നമുക്ക് അവരൊന്നും ശ്രദ്ധിക്കാനില്ല. വേറെ ലെവൽ. ഞാൻ പറഞ്ഞില്ല, ഒരു ഫാസ്റ്റസ്റ്റ് 1000 CR 1 വീക്ക് ജസ്റ്റ് ഒരു 6 ദിവസം മതി, 7 വേണ്ട.